CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വടക്കേക്കാട് കൊമ്പത്തേൽപ്പടിയിൽ പുലിയെ കണ്ടതായുള്ള അഭ്യൂഹത്തെ തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരായി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊമ്പത്തേൽപ്പടി കിഴക്കുഭാഗം കല്ലൂർ മതിലകത്ത് അക്ബറിന്റെ വീടിന് സമീപത്ത് പുലിയെന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള ജീവിയെ കണ്ടത്. തിരുമിറ്റക്കോട് പള്ളിപ്പാടം പ്രദേശത്തെ മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ഉത്തരവായി. തൃത്താല MLAയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ MB രാജേഷിന്റെ ഇടപെടലിനെ തുടർന്നാണ് ജിയോളജിസ്റ്റ് മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ഉത്തരവ് നൽകിയത്. പള്ളിപ്പാടത്ത് മണ്ണ് ഖനന സ്ഥലം പരിശോധിക്കാനെത്തിയ ജിയോളജി വകുപ്പിന്റെ വാഹനത്തിന് മുന്നിൽ കിടന്ന് വാർഡ് മെമ്പറുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം. വെള്ളിയാഴ്ച രാവിലെയാണ് പ്രദേശത്ത് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ഗതാഗത കമ്മീഷണറുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലറിന് സ്റ്റേ ഇല്ല. സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂളുകളുടെ നേതൃത്വത്തിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. വിവാഹം കഴിഞ്ഞ് 11ാം നാൾ നവവധു വയറുവേദനയെ തുടർന്ന് മരിച്ചു. പെരുമ്പിലാവ് കോളനിയിൽ വട്ടേക്കാട്ട് ഷൺമുഖൻ മകൻ ലിജിത്തിന്റെ ഭാര്യയും നാട്ടിക അറയ്ക്കൽ വീട്ടിൽ പരേതനായ ചന്ദ്രന്റെ മകളുമായ ധനിതയാണ് മരിച്ചത്. ചലച്ചിത്ര താരങ്ങളായ ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ഗുരുവായൂരിൽ വിവാഹിതയായി. UK-യിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായ പാലക്കാട് നെന്മാറ സ്വദേശി നവനീത് ഗിരീഷാണ് വരൻ. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും കുന്നംകുളം റസ്റ്റ് ഹൌസിലെത്തി. പുഴയ്ക്കൽ ഹയാത്ത് റീജൻസിയിൽ ചലച്ചിത്ര താരങ്ങളായ ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവികയുടെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കോഴിക്കോട്ടേക്ക് പോകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി കുന്നംകുളം റസ്റ്റ് ഹൌസിലെത്തിയത്. ഓൺലൈൻ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് കുന്നംകുളം നഗരസഭയിൽ K-സ്മാർട്ട് ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു. കുടുംബശ്രീ സംരംഭമായാണ് K-സ്മാർട്ട് ഫെസിലിറ്റേഷൻ സെന്റർ നഗരസഭ പട്ടികജാതി വികസന ഓഫീസിനോട് ചേർന്ന് ആരംഭിച്ചത്. അതിതീവ്രമായ ചൂടും ഉഷ്ണതരംഗ സാധ്യതയും നിലനിൽക്കുമ്പോഴും പൊതുജനങ്ങൾക്കും ദീർഘദൂര യാത്രക്കാർക്കും ആശ്വാസമാവുകയാണ് കടങ്ങോട് പഞ്ചായത്തിലെ മരത്തംകോട്ടെ കുടിവെള്ള ATM. വടക്കേക്കാട് തൊഴിയൂരിൽ ഇന്നോവ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. മന്ദലാംകുന്ന് അകലാട് സ്വദേശി മേപ്പറമ്പിൽ വീട്ടിൽ 28 വയസ്സുള്ള അനീഷിനാണ് പരിക്കേറ്റത്. കർഷകർക്ക് ആശ്വാസമായി എളവള്ളി പഞ്ചായത്തിൽ കോരാത്തതോട് നിർമ്മാണം പുരോഗമിക്കുന്നു. എളവള്ളി പഞ്ചായത്തിലെ വാഗ കോരാത്തതോടിന്റെ നിർമ്മാണമാണ് ത്വരിതഗതിയിൽ മുന്നേറുന്നത്. കുന്നംകുളം ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായാഹ്നവും ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. ഹരിതകർമ്മസേന കടകളിൽ നിന്ന് മാലിന്യം കൊണ്ടുപോകുന്നതിനായി സ്വീകരിക്കുന്ന തുക തരംതിരിച്ച് വാങ്ങിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവത്ര യൂണിറ്റ് വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. പാറന്നൂർ സെന്റ് മേരീസ് സിറിയൻ സിംഹാസന ചാപ്പലിൽ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്ന മോർ ഗബ്രിയേൽ പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ചിലെ പൂങ്ങോട് സ്റ്റേഷൻ അതിർത്തിയിൽ ഉൾപ്പെട്ട മുള്ളൂർക്കര പഞ്ചായത്തിലെ ഇരുനിലംകോട് കാഞ്ഞിരശ്ശേരി വനമേഖലയിൽ വൻ അഗ്നിബാധ. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു തീപിടുത്തമുണ്ടായത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അംഗീകൃത 2020 മത്സരത്തിൽ ഇരട്ട സെഞ്ചുറി എന്ന അപൂർവ നേട്ടം കരസ്ഥമാക്കിയ പ്രിൻസ് ആലപ്പാട്ടിനെ DYFI വേലൂർ മേഖലാ കമ്മിറ്റി അനുമോദിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.